गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. അന്നപൂർണ സ്തോത്രത്തിൽ 10 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നേരത്തെ നാം ചിന്തിച്ചതുപോലെ ഗിരിജാദശകം എന്നുകൂടി പ്രസിദ്ധമായ അന്നപൂർണ സ്തോത്രം 1, നിത്യാനന്ദകരി എന്നാരംഭിക്കുന്ന അന്നപൂർണ സ്തോത്രം മറ്റൊന്ന്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ സ്തോത്രത്തിൽ മൊത്തം 12 ശ്ലോകങ്ങളാണ് കാണുന്നത്. എന്നാൽ പ്രസിദ്ധമായ പേര് അന്നപൂർണ അഷ്ടകം എന്നാണ്. അപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് 8 ശ്ലോകങ്ങളുള്ള കൃതിയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത് പാദങ്ങൾ വിരചിച്ചതെന്നും പിന്നീടുള്ളത് കാലാന്തരത്തിൽ മറ്റു ശങ്കരാചാര്യന്മാരാലോ അഥവാ നേർ ശിഷ്യന്മാരാലോ കൂട്ടിച്ചേർക്കപ്പെട്ടതോ ആകാം. അതിൽ തന്നെ 10 ശ്ലോകങ്ങൾ സമാന സ്വഭാവമാണ്. കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരി എന്ന് സമാപിക്കുന്ന രീതിയിലാണ് 10 ശ്ലോകങ്ങളും. അതിൽ ഭിക്ഷാം ദേഹി എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ആവർത്തിക്കുന്നത്. മറ്റെല്ലാം ദേവിയുടെ നാമങ്ങളെ പറയുകയാണ്, സംബോധനയല്ല. ഒന്നുപോലും സംബോധനയില്ല, എല്ലാം ദേവി നാമങ്ങളെ പറയുകയാണ്. എന്നാൽ ഇവിടെ 11ാം ശ്ലോകമാകട്ടെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഭിക്ഷാം ദേഹി എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ അത് സംബോധന ചെയ്തുകൊണ്ടാണ്. ഇതാണ് വ്യത്യാസം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ പാർവതി. ഇത്രയും സംബോധനകളാണ്. അന്നപൂർണേ, അന്നപൂർണാദേവിയെ വിളിക്കുന്നു. ആരുടെ അനുഗ്രഹത്താൽ സർവചരാചര പ്രപഞ്ചവും അന്നത്തെ നേടുന്നുവോ, ആര് അന്നത്താൽ പൂർണ്ണമായ ഭാവത്തോടു കൂടിയവളാണോ അവളാണ് അന്നപൂർണ. സകല ജീവരാശിക്കും അന്നം വിഹിതമാണ്. അന്നങ്ങൾ വിഭിന്നങ്ങളാണ്. മർത്യ അന്നവും പശു അന്നവും പിതൃന്നവും ദേവാന്നവും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. എങ്കിലും എല്ലാവർക്കും അന്നം വിഹിതമാണ്, നിശ്ചിതമാണ്. അങ്ങനെ എല്ലാവർക്കും എല്ലാവിധത്തിൽപ്പെട്ട അന്നങ്ങളെയും നൽകിക്കൊണ്ട് ഈ ജഗത് രക്ഷണം ചെയ്യുന്ന ദേവി അന്നപൂർണയാണ്. അഥവാ എല്ലാവർക്കും അന്നത്തെ പൂരണം ചെയ്യുന്നവൾ, നിറച്ചു കൊടുക്കുന്നവൾ, മതിയാവോളം അന്നം വിളമ്പുന്നവൾ, അവളാണ് അന്നപൂർണ. അന്നപൂർണയെ സംബോധന ചെയ്യാണ് അന്നപൂർണേ. ആരാണവൾ? സദാപൂർണേ, എപ്പോഴും പൂർണ്ണഭാവത്തിലുള്ളവളാണ്. സദാ പൂർണ. പൂർണ എന്നുള്ളതിൻ്റെ സംബോധനം പൂർണേ. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും യാതൊരു പരിമിതിയും ഇല്ലാത്തതാണ് പൂർണ്ണഭാവം. ദേശകാല വസ്തു പരിമിതിരഹിതമായ സദ്രൂപമാണ് പൂർണ്ണം. ആ സദ്ഭാവത്തോടു കൂടിയവൾ എന്നർത്ഥം. സദാപൂർണേ. ഇപ്പോൾ സദാ പൂർണ്ണഭാവം എന്ന് പറയുമ്പോൾ
അവിടെ പ്രത്യേകിച്ച് യാതൊരു പരിമിതികളുമില്ല, ഒരു ബന്ധങ്ങളുമില്ല. അതാണ് പാരമാർത്ഥികമായ ഭാവം. ആ പാരമാർത്ഥികമായ ഭാവത്തിൽ നിന്ന് അന്നപൂർണ എന്ന ഭാവത്തിലേക്ക് വരികയാണ്, ഈശ്വരി എന്ന ഭാവത്തിലേക്ക് വരികയാണ്. അനന്തരം അവിടെ നിന്ന് വീണ്ടും ദേവത എന്നുള്ള ഭാവത്തിലേക്ക് വരികയാണ്. അതെങ്ങനെ? ശങ്കരപ്രാണവല്ലഭേ, ശങ്കരൻ്റെ പ്രാണവല്ലഭയായിട്ടുള്ളവളെ. അവിടെ തീർത്തും ദേവതാഭാവമാണ്. ഇപ്പോൾ സദാപൂർണ എന്ന് പറയുമ്പോൾ പാരമാർത്ഥികമായ സദ്ഭാവമാണ്. അവിടുന്ന് അന്നപൂർണ എന്നുള്ളതിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈശ്വരഭാവത്തെ കണ്ടു. എന്നാൽ ശങ്കരപ്രാണവല്ലഭ എന്ന് പറയുമ്പോൾ വ്യക്തമായി ദേവതാഭാവമാണ്. ശങ്കരൻ്റെ, ശിവൻ്റെ പ്രാണവല്ലഭയായിട്ടുള്ളവൾ, പത്നി, പ്രാണപ്രേയസിയായിട്ടുള്ളവൾ. ആരാണവൾ? ഹേ പാർവതി, അല്ലയോ പാർവതി, പാർവതീദേവി. പാർവതി ശബ്ദത്തിൻ്റെ സംബോധനയാണ് പാർവതി എന്ന ഹ്രസ്വം. ഹേ പാർവതി, പർവ്വതപുത്രി, ഹിമാലയപുത്രിയായി, ഹൈമവതിയായി, ഉമയായി വിരാജിക്കുന്ന പാർവതി. ഹേ പാർവതി, ഭിക്ഷാം ദേഹി, നീ ഭിക്ഷയെ നൽകിയാലും. ദേഹി എന്ന് പറഞ്ഞാൽ നീ നൽകിയാലും. എന്ത്? ഭിക്ഷാം, ഭിക്ഷയെ നൽകിയാലും. എന്തിന്? ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം, ജ്ഞാനവൈരാഗ്യസിദ്ധിക്കായിക്കൊണ്ട്. ജ്ഞാനവും വൈരാഗ്യവും സിദ്ധമാകണം. വിരക്തിയാണ് വൈരാഗ്യം. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള സകല വിഷയങ്ങളിൽ നിന്നുമുള്ള രാഗാഭാവം. സുഖത്തിനായിക്കൊണ്ട് വിവിധ വിഷയങ്ങളോടുള്ള അനുശയനം, ഒട്ടിച്ചേരലാണ് രാഗം. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന സങ്കല്പത്തോടുകൂടി പലതിനോട് ചേർന്ന് പലതിനെ ആഗ്രഹിക്കുന്നത് രാഗം. അത്തരം രാഗമൊഴിഞ്ഞ സ്ഥിതിയാണ് വൈരാഗ്യം, വിരക്തി. ഇപ്പം ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഒരു യതി തൻ്റെ ജീവിതത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്കാണ് ഏറ്റവും മൂല്യം കൽപ്പിക്കുന്നത്. അത് സിദ്ധമാകാൻ വേണ്ടി ഞാനിതാ ചരിക്കുകയാണ്, അല്ലയോ പാർവതി, ഭിക്ഷയെ നൽകിയാലും എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് 12-ാം ശ്ലോകം അടുത്ത പ്രാവശ്യം. ഓ